സൺഡേ ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുർബാനയ്ക്ക് പോവാണ്. അപ്പോൾ അഞ്ചു ഓൾറെഡി ഇതാ പോയി വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞു. ഞാൻ അഞ്ചിൻ്റെ തൊട്ട് പുറകെ ഞാനും പോകണം. പിന്നെ ചേട്ടൻ ഇതാ ഡോറൊക്കെ പൂട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് മഞ്ഞൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് വന്നിട്ട് വേണം നമ്മുടെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാൻ. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു. കുർബാനയൊക്കെ കഴിഞ്ഞ് എത്തി. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഞങ്ങൾ കടയിലേക്ക് പോകണം. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകണം. അഞ്ചു വീട്ടിലില്ല. അഞ്ചു കാറ്റഗിസ് ഉണ്ട് അഞ്ചുവിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ വർഷം ആനുവൽ ഡേ ഉണ്ട്. 40 വർഷം എത്തുന്ന ആ ഒരു ഇയറാണ് ഞങ്ങളുടെ ഈ വർഷം ജൂബിലി. അപ്പോൾ റൂബി ജൂബിലി പ്രമാണിച്ച് ഞങ്ങൾക്ക് ആനുവൽ ഡേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് അഞ്ചു കാറ്റഗിസ് കഴിഞ്ഞ് ഡയറക്റ്റ് സ്കൂളിലേക്ക് പോകും പ്രാക്ടീസിനായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേയും അവർക്ക് പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചു അവിടേക്ക് പോയേക്കാം. ഞാനും ചേട്ടനാണ് ഇന്ന് കടയിലേക്ക് പോകുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു വരണം. ഞാൻ ഓൾറെഡി റൈസും അതുപോലെ തന്നെ കറിയൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കറി ഉണ്ടാക്കിയിരിക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ ഒറ്റയടിക്ക് പണി കഴിഞ്ഞു. അപ്പോൾ വന്നിട്ട് കുറച്ച് പപ്പടം വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ, പപ്പടം, ചോറൊക്കെ റെഡി. അപ്പോൾ എന്തായാലും കടയിലേക്ക് ഇറങ്ങണം. ഞങ്ങൾ 2 വീലറിന് കേട്ടോ പോകുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കണം. അധികം ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാമെന്നും പറഞ്ഞു 2 വീലർ എടുത്തിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇതാ ഷോപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ആവശ്യം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ആദ്യം വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്കാട്ടോ. അപ്പോൾ തേങ്ങ നോക്കുന്നുണ്ട് ചേട്ടൻ. തേങ്ങയും ഇവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ തേങ്ങ ഞങ്ങൾക്ക് എന്തായാലും ഒരു 3-4 എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പോലത്തെ അത്രയും നല്ല അടിപൊളി തേങ്ങയൊന്നും നമുക്കിവിടെ കിട്ടില്ല. എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നത് നോക്കി അങ്ങനെ സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ ചേട്ടൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതാ ഫ്രൂട്ട്സ് നോക്കണം. അപ്പോൾ വലിയ പേരയ്ക്ക ഇവിടെ വന്നിരിക്കുന്ന ഒരു സീസണാണ്. ഇപ്പം ഇങ്ങനെ വിൻ്റർ സീസൺ ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പേരയ്ക്ക നല്ല വലിപ്പമുള്ള സൈസ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവശ്യം മധുരമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പേരയ്ക്ക കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരയ്ക്ക എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ പേരയ്ക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പലണ്ടി പാക്കറ്റിങ്ങനെ ആക്കി ഇവർ വെച്ചിട്ടുണ്ട്. ഇത് തണുപ്പ് കാലത്ത് ഇവിടെ എല്ലാവരും തന്നെ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഒരു വാംത്തൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് കപ്പലണ്ടി. അപ്പോൾ തണുപ്പ് കാലത്ത് ഇവിടെ എല്ലാവരും ഇത് കഴിക്കും, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു ചൂടൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ്. പിന്നെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കായ എടുത്തു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കിച്ചണിലേക്ക് ഫ്രിഡ്ജിനകത്ത് ഇല്ലാത്തത് നോക്കി അന്ന് എടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നോക്കി, വേണ്ട ഐറ്റംസൊക്കെ നോക്കി ഞാനിതാ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസും നല്ല നീറ്റ്ലി അവർ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാനും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസൊക്കെ കിട്ടാത്തതും എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാത്തതുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ വേഗം തന്നെ നമുക്ക് കണ്ടുപിടിച്ച് തരും കേട്ടോ. പിന്നെ ഇതാ മലബാർ പൊറോട്ട വന്നിട്ടുണ്ടെന്ന് പറഞ്ഞവർ. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കണം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലബാർ പൊറോട്ട ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി. അങ്ങനെ ഇതാ ഒരു പാക്കറ്റ് കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടി എടുത്തു, എപ്പോഴെപ്പോഴും വരില്ലല്ലോ, അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാ 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് സമയമില്ലാത്ത അങ്ങനത്തെയൊക്കെ ടൈമുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ബ്രെഡിനകത്തേക്ക് നമുക്ക് വെക്കാനുള്ള ചീസിൻ്റെ സ്ലൈസ് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ഐറ്റമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചേട്ടൻ എന്താ നമ്മുടെ ഈ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ചേട്ടൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും ഒക്കെ ചോദിച്ചറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇത്തിരി നേരം നിന്ന് ചാനലിനെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞ് സംസാരിച്ചത് കേട്ടോ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കേട്ടോ. വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന 2 സ്റ്റുഡൻസ് വന്നു. ആങ്ങളെയും പെങ്ങളുമാണ്. അപ്പോൾ 2 പേരെയും ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വിട്ടേക്കുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ ഞങ്ങളെ അവിടെ വെച്ച് കണ്ടപ്പോൾ. ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. അവരിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ ഞങ്ങളോട് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന്. അവരിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഓടി വന്നതാ. അപ്പോൾ അങ്ങനെ ഇത്തിരി നേരം സംസാരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവരും പോയി. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചും പോന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുക കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ റൈസും സാമ്പാറും വെച്ചിരുന്നു. പക്ഷെ സാമ്പാറിൻ്റെ കംപ്ലീറ്റ് ജോലികളൊന്നും തീർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കാനുണ്ട്. അപ്പോൾ പുളി ഞാൻ വെള്ളമൊഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കുതിർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ നമ്മുടെ കുക്കറൊക്കെ തുറന്ന് വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പുളി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തിടണമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ വെണ്ടക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗത്തിൽ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് വെണ്ടക്കായന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ സാമ്പാറിന്. അപ്പോൾ ഞാൻ എന്താ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പാൻ എന്താ ചൂടായി കഴിയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വെണ്ടക്കായ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, കളറൊന്നും മാറാനായിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി കഴിയുമ്പോൾ എടുത്ത് സാമ്പാറിലേക്ക് ഈ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ വെണ്ടക്കായ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് ഇതിനെ കോരി മാറ്റി ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം അവിടെ കുറച്ച് ലോ ആക്കിയാണ് ഇട്ടേക്കണേ. കാരണം ജസ്റ്റ് പുളിവെള്ളം ഒന്ന് ചേർത്ത് തിളപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഫ്ലെയിം ലോയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ വെണ്ടക്കായ കഷ്ണങ്ങളും കൂടി ഇട്ടു. അപ്പോൾ ഇത് ഇനി നമ്മുടെ പാനിനകത്ത് കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതിനകത്ത് തന്നെ നമുക്ക് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. കാരണം ഓൾറെഡി നല്ല ചൂടുള്ള ഓയിലുമാണ്. അപ്പോൾ ഇത്രയും ഓയിലുള്ളത് കൊണ്ട് ഞാൻ ഓർത്തു ഇതിനകത്ത് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇതാ സെയിം ഓയിലിലേക്ക് ഞാൻ ഇതാ പപ്പടം ഇട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ സെയിം ഓയിലിലേക്ക് തന്നെ സാമ്പാർ കാച്ചി ഒഴിക്കാനുള്ള കടുക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി വറ്റൽമുളകും കറിവേപ്പിലും ഞാൻ ഇതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വറ്റൽമുളക് ഇവിടെ ഒരു 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ 2 കഷ്ണങ്ങളാക്കി കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേണിൻ്റെ സാമ്പാർ മസാല വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാമ്പാർ പൊടിയുടെ കൂടെ തന്നെ ഇത്തിരി കായത്തിൻ്റെ പൊടി ഞാൻ സെപ്പറേറ്റ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ഒരു കായത്തിൻ്റെ ഫ്ലേവറും ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ കറി വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചപ്പോൾ തന്നെ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടാണ് കുക്ക് ചെയ്ത്. എന്നാലും ഇപ്പോൾ ഏറ്റവും അവസാനം പൊടികൾ ചേർത്തതിൻ്റെ കൂടെ ഇത്തിരി കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് അങ്ങനെ ഇതാ താളിച്ചൊക്കെ ഒഴിച്ചു. നമ്മുടെ സാമ്പാർ അങ്ങനെ ഇതാ ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി സാമ്പാർ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് സാമ്പാർ മസാല ഇട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നമ്മുടെ ചോറ് ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോറിൻ്റെ കുക്കറും അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ പപ്പടമുണ്ട്, ഞങ്ങൾക്ക് സാമ്പാറും പപ്പടം. പിന്നെ ഇന്ന് പിന്നെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചൂരമീനില്ലേ, ചൂരമീൻ ഞങ്ങൾക്ക് നല്ലവിടെ കിട്ടിയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഫാമിലി വന്നപ്പോൾ അവർ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ചൂരമീൻ വെച്ച് ഞാൻ എന്താ അച്ചാറ് കിട്ടി ചൂരമീൻ വെച്ച് അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് അച്ചാറാണ് ഇത്. 5 ചേട്ടനൊന്നും കണ്ടാൽ വീടില്ല. അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനെടുത്ത് കറി വെച്ചില്ലേ, ഞാൻ ഓർത്തു അച്ചാറുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂട്ടാലോ. കറി വെക്കുകയും ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം പരിപാടി ഞാൻ കഴിഞ്ഞു. അപ്പോൾ കിട്ടിയ മീൻ വെച്ച് ഞാൻ എന്തെങ്കിലും അച്ചാറിട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തരും. ഇവര് നോക്കി നിൽക്കണ തീർക്കാനായിട്ട്. ഉച്ചയ്ക്ക് എടുക്കും, വൈകുന്നേരം എടുക്കും. അതും നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെയാണോ എടുക്കണമെന്ന് അറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ തോരൻ എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. നമ്മൾ ഉപ്പേരിക്ക് എൻ്റെ വീട്ടിലൊക്കെ പറയും ഉപ്പേരി എടുക്കുന്ന പോലെയാണ് അച്ചാർ എടുക്കുക.
അല്ലാണ്ട് അച്ചാർ എടുക്കുന്ന പോലെ എല്ലാവരും അച്ചാർ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും 2 ദിവസം കൊണ്ട് തീർക്കും. ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുപ്പിയിലൊക്കെ ആക്കി ഒളിച്ച് പാത്തൊക്കെ വെച്ചാലാണ് അച്ചാർ കുറച്ച് ദിവസമെങ്കിലും കഴിയുമ്പോൾ കിട്ടുള്ളൂ. അല്ല ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഇതിപ്പോൾ അവർ കണ്ടു. ഇനിയിപ്പോൾ രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കുന്നതും വെക്കുന്നതൊക്കെ കണ്ടു. ഒരു പുറത്തൊക്കെ പോകുമ്പോഴാണ് ഞാൻ സാധാരണ ഉണ്ടാക്കിയത് 3 നേരം കഴിക്കുമ്പോഴത്തേക്കും പകുതിയാവും സ്റ്റോർ ചെയ്യാറ്. ഇതിപ്പോൾ എനിക്ക് നല്ല ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടു ഞാൻ ഉണ്ടാക്കുന്നു കുപ്പിയിലാക്കി വെക്കുന്നതൊക്കെ. അപ്പോൾ പപ്പയും കൊള്ളാം മോളും കൊള്ളാം, 2 പേരും റെഡിയാണ്. രാവിലെ കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഉച്ചയ്ക്കും വൈകുന്നേരം എന്തായാലും വേണം. രാവിലെ എടുക്കൊന്നുമില്ല. രാവിലെ ടൈമിൽ സ്കൂളിൽ പോകണം. രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിക്കാറില്ല, സ്കൂളിൽ നിന്ന് ടിഫിൻ കഴിക്കാറ്. അപ്പോൾ രാവിലെ ടച്ച് ചെയ്യുക ഭാഗത്തേക്ക് മാക്സിമം 2-3 ദിവസം. ഇതെനിക്കൊരു മിനിമം 2 ആഴ്ച കൊടുക്കും. കാണാം, അത് നമുക്ക് പറയാട്ടോ. അതെ, അത് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചേട്ട പറഞ്ഞ മാതിരിയായിരിക്കും. അധികം ഇല്ല, അത് ഒരു ചെറിയ ബോട്ടിലല്ലേ. അപ്പോൾ ഉള്ളത് ഞാൻ അങ്ങനെ ഇതിനകത്തേക്ക് തന്നെ വെച്ചു തന്നെ. ഇവർ കണ്ടു. ഇനിയിപ്പോൾ നിർത്തിയൊന്നുമില്ല, ഓടണോടത്തോളം ഓടത്തെ. പക്ഷെ ഞാൻ എപ്പോഴും പറയും 1 വർഷം 2 വർഷമൊക്കെ എടുക്കാവോ അച്ചാർ ഉപ്പേരി കൂട്ടുന്ന മാതിരി കൂട്ടാൻ പാടില്ല എന്നതൊക്കെ അറിയാം, അതും കാര്യമൊക്കെ അറിയാം. പക്ഷെ ടേസ്റ്റ് കൊണ്ട് ഇങ്ങനെ കഴിച്ചു പോകും. അങ്ങനെ അടിപൊളിയാ, ഞാൻ കഴിച്ചു നോക്കി. ടേസ്റ്റ് ഒക്കെ നോക്കി. പപ്പയും മോളൊക്കെ നല്ല ടേസ്റ്റ് നോക്കിയായിരുന്നു. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു രാത്രി ഫുഡിന് മുമ്പായിട്ട്. അപ്പോൾ ഓരോ പീസ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പം തന്നെ 5 പറഞ്ഞു മമ്മി ഉണ്ടാക്കി വെക്കി ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും ഇനിയിപ്പോൾ നിർത്തിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ കൊച്ചു വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി എനിക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്നിടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി ജോലികൾ കിടപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എനിക്ക് വോയിസിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് വലിയ സീരിയസ് കേസൊന്നുമല്ല. ഇന്നലെ ഐസ്ക്രീം ഒരു ശകലം കഴിച്ചു, അതിൽ പെട്ടതാണ്. ഐസ്ക്രീം കാണുമ്പോൾ എത്ര ത്രോട്ടിന് പ്രോബ്ലം വരും എന്ന് പറഞ്ഞാലും ആ നേരത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കഴിച്ചു പോവാണ് ശകലം. അപ്പോൾ അതിനകത്ത് പറ്റിയതാണ്. ശകലോ? ശകലം കഴിച്ചു ഞാൻ ഐസ്ക്രീം. ഒരെണ്ണം മുഴുവൻ കഴിച്ചു. ഒരെണ്ണം മുഴുവൻ ഒന്നും കഴിച്ചില്ല, ശകലം കഴിച്ചു. ബാക്കി ഒരു 5 കൊടുത്തു. അത് ചേട്ടൻ കണ്ടില്ല. പകുതി ഞാൻ കഴിച്ചപ്പോഴേക്കും പിന്നെ 5 കൊടുത്തു. എന്തായാലും ആ പകുതിയോളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അറിയാം. അത്രയൊക്കെ കഴിച്ചോളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.